പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്രിമിനോളജിയിലേക്ക് ആണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ക്രിമിനോളജി എന്ന നിങ്ങളുടെ പേപ്പറിന്റെ ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ക്രിമിനോളജി എന്നതുകൊണ്ട് ചെറിയൊരു ബോധ്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുറ്റകൃത്യം, ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ എന്നാണ്, കുറ്റം എന്നുള്ളതാണ്. അപ്പൊ കുറ്റകൃത്യവും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രവുമാണ് ക്രിമിനോളജിയിൽ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു കുറ്റം കുറ്റമാവുന്നത്, ഒരു കുറ്റം കുറ്റമായി വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വിശദമായ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ക്രിമിനോളജി എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിൽ വരുന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ആ രീതിയിൽ തന്നെ വിശദമായിട്ട് ഗഹനമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്കതിന്റെ തുടർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, ക്രൈം ആൻഡ് ക്രിമിനോളജി. നിങ്ങളുടെ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നോട്ട് PDF ഞാൻ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിലുള്ള എല്ലാത്തിൻ്റെയും ഒരു ട്രാൻസ്ലേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ബാക്കി നിങ്ങൾ ക്ലാസ് കേൾക്കുക, എത്ര കണ്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ക്ലാസ് കേൾക്കാൻ, നോട്ട് മാത്രം മതിയാകുന്നതല്ല എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പിന്നെ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ്, അതുപോലെ തന്നെ ആദ്യത്തെ ബ്ലോക്ക്, ഇതിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ആദ്യത്തെ ബ്ലോക്ക് എന്നുള്ളത് യൂണിറ്റ് നമ്മുടെ ക്രിമിനോളജിയെ കുറിച്ചുള്ള ഒരു ബോധ്യങ്ങൾ തരുന്ന ആദ്യത്തെ ബ്ലോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ട് വരുന്നത് ക്രൈം ആൻഡ് ക്രിമിനോളജി. എന്താണ് കുറ്റകൃത്യം, എന്താണ് ക്രിമിനോളജി, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ആദ്യത്തെ വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രീ റിക്വസൈറ്റ്സ് ഒന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ജസ്റ്റ് നോക്കിക്കോളൂ. ഞാൻ ആദ്യത്തെ പാഠമായതുകൊണ്ടാണ് പ്രീ റിക്വസൈറ്റ്സിലേക്ക് അത്രത്തോളം ഫോക്കസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ എ സ്മോൾ ടൗൺ എ ഷോപ്പ് ഈസ് ബ്രോക്കൺ into at night and several items are stolen. The next day the community feels shaken and begins to question their safety. അതായത് മനസ്സിലാക്കിയ ഒരു പട്ടണത്തിൽ ഒരു കട കൊള്ളടിക്കപ്പെട്ടു, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. പിറ്റേന്ന് വന്നിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര പാനിക്കായി ചോദിച്ചു. അവരുടെ പിന്നെന്ത് ചെയ്തു, നമുക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്നുള്ള രീതിയിൽ ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങി. അത്തരത്തിലേക്ക് ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പ്രീ റിക്വസൈറ്റ്സ് തുടങ്ങുന്നത്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്ത് വേണം, ഇത്തരം ഒരു സംഭവങ്ങൾ നടക്കുന്നത് അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരാളുടെ മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ക്രിമിനൽ കുറ്റമാണ്. സോ അത്തരം ക്രിമിനൽ കുറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനെങ്ങനെ തടയിടാം എന്നത് കൂടി നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിമിനൽ കുറ്റങ്ങൾ, ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നമുക്ക് തടയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ റിക്വസൈറ്റ്സിൽ നമുക്ക് നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കിക്കോളൂ. ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഡിസിപ്ലിൻ ഓഫ് ക്രിമിനോളജി ആൻഡ് എക്സ്പ്ലോർസ് ഹൗ ക്രൈം ഇമ്പാക്ട് സൊസൈറ്റി അറ്റ് ലാർജ്. അല്ലെ, ഈ പാഠത്തിൽ, ഈ യൂണിറ്റിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്രിമിനോളജിയിൽ പാലിക്കേണ്ട ഡിസിപ്ലിനുകൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ക്രൈമുകൾ വലിയ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ഇറ്റ് കവേഴ്സ് ദ ബേസിക് കൺസെപ്റ്റ് ഇൻ ക്രിമിനോളജി. അല്ലെ, സ്വാഭാവികമായിട്ടും ക്രിമിനോളജിയിലെ ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ യൂണിറ്റിൽ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുറച്ച് ദീർഘമായ യൂണിറ്റ് ആണിത്, അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോയിൽ യൂണിറ്റ് മുഴുവനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ദ ടേം ക്രൈം, ഡീവിയൻസ്, ഡെലിക്വൻസി ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജി, ഇതൊക്കെ നമ്മളിൽ പഠിക്കുന്നുണ്ട്. അല്ലെ, ക്രൈം എന്താണ്, ഡീവിയൻസ് എന്താണ്, ഡെലിക്വൻസി എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് വരാം. മനസ്സിലായി? അതല്ലാതെയും ഒരുപാട് ടേമുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ക്രിമിനോളജിയെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് ടേമുകൾ പഠിക്കാനുള്ള, ഒരുപാട് ടെർമിനോളജീസ് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സാധ്യമാവുന്നത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമുക്കിതിൻ്റെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അല്ലേ, ഡിസ്കഷൻ എടുത്തു. ഒന്നാമത്തെ 111 ക്രൈമിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കിടക്കുകയാണ്. അല്ലെ, ക്രൈം എന്താണെന്നുള്ള ആദ്യം നമുക്കൊന്ന് വായിക്കാം. ക്രൈം ഈസ് എ കോൺസ്റ്റന്റ് ഫിനോമിനൻ ഫൗണ്ട് ഇൻ സൊസൈറ്റി ആൻഡ് ഇറ്റ് വേരീസ് ഇൻ ഡിഗ്രി. An argument broke out over delay in being served food at a restaurant and a customer assaulted the restaurant manager. A drug addict while intoxicated murdered his grandmother. A schoolgirl was abducted and molested by a pedophile. അതുപോലെ തന്നെ സീസർ ഓഫ് കൗണ്ടർ കറൻസി. അതായത് ഇത്രേ ഉള്ളൂ. സൊസൈറ്റിയിൽ പല തരത്തിലുള്ള തോന്നിയാസങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിലെ മാനേജർ തല്ലുക, സ്വന്തം അമ്മൂമ്മയെ കൊലപ്പെടുത്തുക, സ്കൂൾ വിദ്യാർത്ഥിനിയെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുക, അതുപോലെയുള്ള കറൻസികളിൽ കാണിക്കാവുന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ കാണിക്കുക, ഓൺലൈൻ സ്കാമുകൾ നടത്തുക,
അക്കൗണ്ടുകളിൽ ചീറ്റിംഗ് നടത്തുക, ഇതൊക്കെ ക്രൈമാണ്. സോ ഈ ക്രൈമുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്, അല്ലെ? സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും രണ്ടാമത്തെ പാരഗ്രാഫ് മുതലാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത് തുടങ്ങുക. എ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ക്രൈം ഈസ് ബൈ നോ മീൻസ് ആൻ ഈസി ടാസ്ക് ജനറലി സ്പീക്കിംഗ്, അല്ലെ? ഒരു ക്രൈമിന് ഒരു പ്രിസൈസ് ഡെഫിനിഷൻ തരിക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ഇത് ക്രൈമാണോ അത് ക്രൈമാണോ എന്നുള്ളത് നമുക്ക് ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷം, പഠനങ്ങൾക്ക് ശേഷം, നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ക്രൈമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടാനാവാത്ത വിധം അതേ സങ്കീർണത തന്നെ ക്രൈം എന്നുള്ളതിന് ഡെഫിനിഷൻ പറയുന്നിടത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ജനറലി സ്പീക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ സൊസൈറ്റി ഹാവ് സെർട്ടൈൻ നോംസ്. അത് നിങ്ങൾ ഇനി മുതൽ ശരി ശ്രദ്ധിച്ചോളി. എല്ലാ സൊസൈറ്റികൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആചാരങ്ങളുണ്ട്, ബിലീവ്സ്, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസ്കാരവും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള രീതിശാസ്ത്രവും ഒക്കെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. വിച്ച് ആർ ഇംപ്ലിസിറ്റ്ലി അക്സെപ്റ്റഡ് ബൈ their members as conducive to their well-being and healthy all-round development. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ ഉണ്ട്, മിക്കവാറും എല്ലാ സമൂഹങ്ങൾക്കും ചില മാനദണ്ഡങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയുണ്ട്. അവ അവരുടെ ക്ഷേമത്തിനും ആരോഗ്യകരമായ സമഗ്ര വികസനത്തിനും സഹായകമാണെന്ന് അവരിലെ അംഗങ്ങൾ പരോക്ഷമായി അംഗീകരിക്കുന്നു. അഥവാ നമ്മുടെ സമൂഹത്തിലുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ളവയൊക്കെ നല്ലതാണ്. ഇപ്പം സമൂഹത്തിന് ദോഷമായ കുറെ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊന്നും സമൂഹത്തിന് നല്ലതല്ല, ഗുണകരമല്ല. സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല ഗുണകരമായ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മളെല്ലാവരും അംഗീകരിക്കണം. ഈ സർവാംഗീകൃതമായ മാനദണ്ഡങ്ങളുടെയും ആചാരങ്ങളുടെയും ലംഘനം സാമൂഹിക വിരുദ്ധ പെരുമാറ്റമായി അപലപിക്കപ്പെടുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അത് കാണാം, അല്ലെ? Infringement of these cherished norms and customs is condemned and as anti-social behavior. സാമൂഹ്യ വിരുദ്ധത. അപ്പൊ ഈ പറയപ്പെട്ട സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് സാമൂഹിക വിരുദ്ധതയാണ്, അല്ലെ? നമുക്കറിയാവല്ലോ, നമ്മൾ സാമൂഹിക വിരുദ്ധർ എന്നൊക്കെ പറയുന്ന അവരുണ്ടല്ലോ, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാമൂഹിക വിരുദ്ധതയാണ്. Thus many writers has defined crime as an anti-social, immoral or sinful behavior. അല്ലെ? നമ്മൾ ഒരുപാട് ആളുകൾ ക്രൈമിന് എന്ത് ചെയ്തിട്ടുണ്ട്? പല രീതിയിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലത് ആന്റി സോഷ്യൽ ആണെന്ന് പറഞ്ഞു, ചില ആളത് അധാർമികതയാണെന്ന് പറയുന്നു, ചില ആൾ സിൻഫുൾ ബിഹേവിയർ, എന്താണ്, പാപമംഗലമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടതൊന്നുമല്ല. നമുക്ക് വേണ്ടത് ഹൗഎവർ, അല്ലെ? നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. നിയമപരമായ അർത്ഥത്തിൽ, അതവിടെ നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാം. നിയമപരമായ അർത്ഥത്തിൽ കുറ്റകൃത്യം എന്നത് നിയമം നിരോധിച്ചിരിക്കുന്നതും ശിക്ഷ നൽകുന്നതുമായ ഏതൊരു പ്രവൃത്തിയോ ഒഴിവാക്കലോ, അല്ലെ? ശ്രദ്ധിക്കുക, നിയമം നിരോധിച്ചിരിക്കുന്നതും ശിക്ഷ നൽകുന്നതുമായ ഏതൊരു പ്രവൃത്തിയോ ഒഴിവാക്കലോ ആണ് എന്ത്? കുറ്റകൃത്യം. ഉദാഹരണത്തിന് നിയമം നിരോധിച്ചിരിക്കുന്ന ഒരു കുറ്റം, അതായത് കൊലപാതകം. നമ്മുടെ രാജ്യത്തിൽ കൊലപാതകം ചെയ്യാൻ പറ്റില്ല, അത് നിയമം നിരോധിച്ചിരിക്കുന്നതാണ്, അല്ലെ? അത് ശിക്ഷ നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അതെന്താണ്? കൊലപാതകം. അത് വലിയ പ്രശ്നമാണ്, നമ്മുടെ നാട്ടിൽ ക്രൈമാണ്, തെറ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചില ഒഴിവാക്കൽ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഞാൻ എന്താ പറയാ, ടാക്സ് അടക്കാതിരിക്കുക, ഇൻകം ടാക്സ് അടക്കുക, അത് നമ്മുടെ നാട്ടിൽ നിർബന്ധമായ കാര്യമാണ്. ഒരാൾ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, അതൊരു ഒഴിവാക്കൽ, ഒമിഷൻ ആണ്. ആ ഒമിഷൻ തെറ്റാണ്. അതിന് ഇംഗ്ലീഷിൽ നോക്കിക്കോളൂ. ഇൻ ദ ലീഗൽ സെൻസ് ക്രൈം ഈസ് എനി ആക്ട് ഓർ ഒമിഷൻ ഫോർബിഡൻ ബൈ ലോ ഫോർ വിച്ച് പണിഷ്മെന്റ് ഈസ് ഗിവൺ. അല്ലെ? നിയമം ശിക്ഷ തരുമെന്ന് പറഞ്ഞ കാര്യം, ഈ കാര്യം ചെയ്താൽ ശിക്ഷ തരും എന്ന് പറഞ്ഞ കാര്യം ചെയ്യലും, ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ തരും എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കലുമാണ് രാജ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ക്രൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എത്രമാത്രം വിശദമാക്കിയാൽ മതി. അതിന്റെ ബാക്കി ആ ഒരു എന്താ പറയാ, ആ ഒരു സബ് എസ്സേന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതിനൊരു നല്ലൊരു ഡെഫിനേഷൻ അവിടെ കണ്ടു. സ്റ്റീഫൻ ഹാസ് ഡിഫൈൻഡ് ക്രൈം ആസ് ആൻ ആക്ട്. ക്രൈം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ബോത്ത് ഫോർബിഡൻ ബൈ ലോ ആൻഡ് റിവോൾട്ടിംഗ് ടു ദ നോർമൽ സെന്റിമെന്റ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ സാമൂഹികമായിട്ടുള്ള ആളുകളുടെ, സമൂഹത്തിന്റെയൊക്കെ നോർമൽ സെന്റിമെന്റ്സിന് പുറത്തും അതുപോലെ തന്നെ നിയമത്തിനും പുറത്തായിട്ട് ഒരാളൊരു പ്രവൃത്തി ചെയ്തു, നിയമത്തിനും സൊസൈറ്റിക്കും എതിരായിട്ട് അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവൃത്തി ചെയ്താൽ അതിന് നമ്മൾ എന്തു പറയും കുട്ടികളെ? നമ്മൾ അതിനെ ക്രൈം എന്ന് പറയണം എന്നാണ് സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ആള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. നിങ്ങൾക്ക് അതിന് ഇംഗ്ലീഷാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്രിമിനോളജിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഓക്കെ, ക്രിമിനോളജി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി
പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പിന്നെ സൊസൈറ്റി തെറ്റി ക്രൈം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിയമം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും നിയമം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും, നിയമം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ആക്ട് ചെയ്യുമ്പോഴും നിയമം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഒമിഷൻ ചെയ്യുമ്പോഴും അതൊരു ക്രൈമായി മാറുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. മനസ്സിലായില്ലേ? ഇനി ക്രിമിനോളജി എന്താണെന്നാണ് പഠിക്കുന്നത്. ക്രിമിനോളജി കുറ്റശാസ്ത്രം എന്നാണ് കറക്റ്റ് എൻ്റെ മലയാളം കേട്ടോ. ക്രിമിനോളജി കുറ്റശാസ്ത്രത്തിന്റെ ഉപശാഖയായാണ് മാറുന്നത്, അല്ലെ? ക്രിമിനോളജി കുറ്റശാസ്ത്രം എന്നുള്ളത് ഒരു വലിയൊരു ഏരിയയാണ്. സോ അതിന്റെ ഒരു ഉപശാഖയായിട്ടാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രിമിനോളജി ഇസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ഇൻ ദ ബിഹേവിയറൽ സെൻസ്, അല്ലെ? പെരുമാറ്റ ശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏതായാലും ഡ്രോയിങ് എസ്പെഷ്യലി ഓൺ ദ റിസർച്ച് ഓഫ് സോഷ്യോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആസ് വെൽ ആസ് ഇൻ ദ writings in law. In 1885, Italian law professor Raffaele Garofalo coined the term criminology. അല്ലെ, ഇറ്റാലിയൻ പിന്നെ പ്രൊഫസർ ആയിട്ടുള്ള നിയമ വിദഗ്ധനായിട്ടുള്ള റഫേലോ ഗറോഫാലോ എന്ന് പറയുന്ന ആള് 1885 ആദ്യമായി ക്രിമിനോളജി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യം ഇതിന്റെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മലയാളത്തിലേക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ, അല്ലെ? ക്രിമിനോളജി എന്നുള്ളത് കുറ്റശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖയാണ്, ഒരു സബ് ശാഖയാണ്. ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് ഈ ക്രിമിനോളജിയിൽ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിൽ കുറ്റകൃത്യങ്ങൾ എന്ത് എന്ന് പറയുന്നു, അവയുടെ കാരണങ്ങൾ എന്ത് എന്ന് പറയുന്നു, അവ തടയൽ എങ്ങനെയാണെന്ന് പറയുന്നു, അവയുടെ നിയന്ത്രണം എങ്ങനെയാണെന്ന് പറയുന്നു. ക്രൈം, ഇറ്റ്സ് കോസസ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഈ 4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിമിനോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഒരു സമൂഹത്തിൽ ക്രിമിനോളജി പഠിക്കുന്നതുകൊണ്ട് ആ സമൂഹത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അവന്റെ കാരണങ്ങൾ, എങ്ങനെ അവയെ തടയാം, എങ്ങനെ അവയെ നിയന്ത്രിക്കാം. തടയലും നിയന്ത്രിക്കലും രണ്ടാണ് കേട്ടോ. തടയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് അതിനോട് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു തെറ്റ് നടക്കുമ്പോൾ വലിയൊരു തീരുമാനം പെട്ടെന്ന് എടുക്കുക അതിനെ തടയാൻ വേണ്ടി. റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിവെൻഷൻ എന്ന് പറയുക. ഇനി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു ഫാക്ടറി വന്ന് ഒരുപാട് ആളുകൾ ഭാവിയിൽ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഭാവിയിൽ വലിയൊരു ക്രൈം ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ അതിനെ പടിപടിയായിട്ട് മെല്ലെ മെല്ലെ ആയിട്ട് തീർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പടിപടി ആവണമെന്നില്ല, അതിന് ലോങ് ഫ്യൂച്ചറിന്റെ ഒരു കാര്യം ഓർത്തിട്ട് പെട്ടെന്ന് അതിനെ തടയലായാലും മെല്ലെ തടയലായാലും അതിനെ കൺട്രോൾ എന്ന് പറയുക. ഒരു കാര്യത്തെ നിയന്ത്രണ വിധേയമാക്കി അതിനെന്ത് ചെയ്യുക, സമൂഹത്തിന് അനുഗുണമാക്കി മാറ്റുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്രിമിനോളജി എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രം, മനഃശാസ്ത്രം, നിയമം എന്നീ മേഖലകളിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതെല്ലാം ശാസ്ത്രത്തിനാണ് നമുക്ക് ഇതിലേക്ക് ക്രിമിനോളജിയിലേക്ക് വന്നിട്ടുള്ളത്? സമൂഹ ശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട്, സ്വാഭാവിക സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ചും മനുഷ്യന്റെ വിവരത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട്, മനഃശാസ്ത്രം പഠിക്കാനുണ്ട്, സൈക്കോളജി എന്തായാലും മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിയമം, അല്ലെ? സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം, അതുകൊണ്ട് നിയമം നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? ഏതായാലും നമ്മൾ ആ ക്രിമിനോളജിന്റെ കാര്യം പറഞ്ഞില്ല, അതും അവിടെ പറയുന്നുണ്ട്. ഫ്രഞ്ച് മാനവശാസ്ത്രജ്ഞൻ അഥവാ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ ടോപ്പിനാർഡും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സമയത്തിന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഏതായാലും അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ criminology suggests that an act to become a crime must conform to 2 cardinal principles of criminal liability. അല്ലെ, ക്രിമിനോളജി 2 നിയമ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 2 നിയമ തത്വങ്ങൾക്കനുസരിച്ചാണ് ക്രിമിനോളജി മുമ്പോട്ട് പോകുന്നത്. അഥവാ ക്രിമിനോളജി എന്ന് പറയുന്ന പാഠം അത് നമ്മൾ പഠിക്കുന്നത് 2 തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മീനിങ് മനസ്സിലാവണമെന്നില്ല, ക്ലാസ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. പിന്നെ അതായത് ഇപ്പം ഞാൻ സൂചിപ്പിക്കാം 2 തത്വങ്ങൾ. ഒന്നാം തത്വം നുള്ളം ക്രിമെൻ സിനെ ലെജെ എന്നുള്ളതാണ്. നുള്ളം ക്രിമെൻ സിനെ ലെജെ, നിയമത്തിൽ വ്യക്തമാക്കിയില്ലെങ്കിൽ അതൊരു കുറ്റമല്ല. നിയമത്തിൽ വ്യക്തമാക്കിയില്ലെങ്കിൽ അതൊരു കുറ്റമല്ല. ഒരു കാര്യം നിയമത്തിൽ പറഞ്ഞിട്ടില്ല, നിയമവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, ഒരു കേസല്ല എങ്കിൽ അതൊരു കുറ്റമല്ല. പിന്നീട് നിയമത്തിൽ ചേർത്താൽ അതൊന്നൊരു കുറ്റമായിരിക്കും. മനസ്സിലായില്ലേ? എന്നല്ലാണ്ട് നിയമത്തിൽ പറയാത്തിടത്തോളം ഒരു കാര്യം കുറ്റമല്ല എന്നുള്ളതാണ്. 2 നുള്ളം പൊയ്ത സിന ലെജെ, നിയമം ശിക്ഷ നിർദ്ദേശിച്ചില്ലെങ്കിൽ ശിക്ഷ നൽകാനാവില്ല. ഒരു കാര്യത്തിന് നിയമത്തിന് പ്രത്യേകിച്ച് ശിക്ഷയൊന്നുമില്ല, ശിക്ഷയില്ലാത്തൊരു കാര്യമാണ് എങ്കിൽ എന്താവാൻ പറ്റൂല, അതിന് ശിക്ഷ നൽകാനും പറ്റില്ല. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയയാണ് നമ്മളിതിനെ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ ഈ 2 തിയറികളെ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിമിനോളജി മുമ്പോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ?
അതിനുശേഷം പറയുന്നത് അതിനാൽ ക്രിമിനോളജി കുറ്റകൃത്യങ്ങളുടെ സാമൂഹ്യ നിയമപരമായ പഠനമാണ്. മനസ്സിലായില്ലേ? കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള സാമൂഹികവും നിയമപരവുമായ ഒരു പഠനമാണ്. അതിൽ നിയമവും വരും, സോഷ്യോളജിയും വരും. അല്ല, മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് അതിന്റെ അത് ചെലുത്തുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്രിമിനോളജിയിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന്റെ അനുബന്ധ ശാഖയായ പെനോളജി അഥവാ ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ശാഖയാണ് പെനോളജി. അത് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പീനോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറ്റവാളികളുടെ ശിക്ഷ, പരിചരണം, പുനരധിവാസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറ്റവാളികളുടെ ശിക്ഷ, അല്ലെ, നമ്മൾ പീനൽ കോഡ് എന്നൊക്കെ പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ടൊരു വാക്കാണിത്. സോ കുറ്റവാളികളുടെ ശിക്ഷ എന്തായിരിക്കും, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് പീനോളജിയിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പരിചരണം, കുറ്റവാളികളെ കിട്ടിയ ആൾക്കാരെ എങ്ങനെയാണ് പരിചരിക്കുക, ഏതൊക്കെ രീതിയിലുള്ള പരിചരണമാണ് അവർക്ക്, അവരെ പുനരധിവാസം എങ്ങനെയാണ്, അവരുടെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ കസ്റ്റഡി കാര്യങ്ങളൊക്കെ അതിൽ കണക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളത്, അല്ലെ? നിങ്ങൾക്ക് ഇറ്റ് മസ്റ്റ് ബി എന്ന് തുടങ്ങുന്നതിന്റെ ഭാഗത്ത് ഇറ്റ് ഓൾസോ ഡീൽ വിത്ത് കസ്റ്റഡി, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രൈംസ് വിച്ച് ഇസ് ടേംഡ് ആസ് പെനോളജി. അല്ലെ, നമുക്കതാണ് പീനൽ കോഡ് എന്ന് പറയുന്ന ഇതിൽ പിനോളജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു വാക്ക്. ദ ക്രിമിനൽ പോലീസ് ഈസ് പോസ്റ്റുലേറ്റഡ് ബൈ ദീസ് ട്വിൻ സിസ്റ്റം ബ്രാഞ്ചസ്. അല്ലെ, അതുകൊണ്ട് തന്നെ ക്രിമിനൽ പോളിസികൾ, ക്രൈമുമായി ബന്ധപ്പെട്ട പോളിസികളൊക്കെ എടുക്കുന്നത് ഈ പറയപ്പെട്ട രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നായിട്ടാണ്. ഒന്ന് ക്രിമിനോളജിയും ഒന്ന് പെനോളജിയും. കുട്ടികളെ, നിങ്ങളെ സിമ്പിളായി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ക്രിമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രൈം, എന്താണ് ക്രൈം, കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിന് അവർക്ക് നൽകുന്ന മോട്ടിവേഷൻ, കുറ്റകൃത്യങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം, കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അതെങ്ങനെ തടയാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ക്രിമിനോളജി. ഇനി പിനോളജി നമുക്ക് പഠിക്കാനുണ്ട്. പിനോളജി നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇനി കുറ്റം, അത് ഇതുവരെ നമ്മൾ പഠിച്ചത് കുറ്റകൃത്യം എന്താണ്, കുറ്റം എന്താണ്, അതെന്താണ്, എങ്ങനെ തടയാം, എങ്ങനെയാണ് അതിന്റെ കൺട്രോളിങ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി അത് എങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വിചാരിക്കും ഒരു കുറ്റം, അതിനെങ്ങനെ തടയുമെന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂചിപ്പിച്ച പീനോളജി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിച്ച് ഇസ് ടേംഡ് ആസ് പീനോളജി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും this for the sake of convenient study the entire subject may be classified under the following heads. അതിന് താഴെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു പിന്നെന്ത് കാണാൻ പറ്റും, ഒരു ചെറിയൊരു ചിത്രം കാണാൻ പറ്റും. ചിത്രം മീൻസ് ആ ഒരു വർഗീകരണം കാണാൻ പറ്റും. ക്രിമിനൽ സയൻസ്, അല്ലെ, കുറ്റശാസ്ത്രം എന്നുള്ള മൊത്തം വിഷയം എടുക്കാം. കുറ്റശാസ്ത്രത്തിന് 3 സബ് പാർട്ടുകളാണുള്ളത്. ഒന്ന് ക്രിമിനോളജി ആണ്, ഒന്ന് പീനോളജി ആണ്, ഒന്ന് ക്രിമിനൽ ലോ ആണ്. എന്തെല്ലാമാണ്? ക്രിമിനോളജി, പീനോളജി, ക്രിമിനൽ ലോ. അതിൽ ക്രിമിനൽ ലോ തന്നെ, ക്രിമിനോളജി തന്നെ രണ്ടുണ്ട്. ക്രിമിനൽ ബയോളജി, ക്രിമിനൽ സോഷ്യോളജി. ഒരു മനുഷ്യന്റെ ബയോളജി എങ്ങനെയാണ് അയാളുടെ ക്രൈമിലേക്ക് നയിക്കുന്നത്, ഒരു മനുഷ്യന്റെ സോഷ്യൽ ഇമ്പാക്റ്റുകൾ എങ്ങനെയാണ് അയാൾക്ക് ബാധിക്കുന്നത്, എങ്ങനെയാണ് അയാൾ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് എന്താണ് പീനോളജി എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലെ, പീനോളജി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പീനോളജി ദിസ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് കസ്റ്റഡി, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രൈം. കുറ്റവാളികളുടെ ശിക്ഷ, പരിചരണം, പുനരധിവാസം. അല്ലെ, കസ്റ്റഡി, അതുപോലെ തന്നെ പരിചരണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ വരുന്നത്. ഏതായാലും പീനോളജി എന്താ നിങ്ങൾക്ക് മനസ്സിലായി. കുറ്റം ചെയ്ത ശേഷം അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പീനോളജി എന്ന് പറയാം. ഇനി ക്രിമിനോളജിയെ നമുക്ക് പല തരത്തിലുള്ളതായിട്ട് തിരിക്കാം. ക്രിമിനോളജി ഒരു തരമല്ല, പല തരത്തിലുള്ള ക്രിമിനോളജികൾ ഉണ്ട്. മനസ്സിലായിട്ടില്ല? ക്രിമിനോളജി എന്ന് പറയുന്നൊരു വിഷയം ഒരുപാട്, നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഉദാഹരണത്തിന് ബികോം ആണെന്ന് വിചാരിക്കുക. ബികോമിൽ തന്നെ അക്കൗണ്ടൻസി ഉണ്ട്, ബികോമിൽ തന്നെ ടാക്സ് ഉണ്ട്, ബികോമിൽ തന്നെ ബാങ്ക് വരും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നത് വിചാരിക്കുക. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകൾ ഉണ്ട്. ഇന്ത്യൻ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, യൂറോപ്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കാറുണ്ട്, പോസ്റ്റ് യൂറോപ്യൻ ലിറ്ററേച്ചർ, അങ്ങനെ കണ്ടമാനം ലിറ്ററേച്ചറുകളും പല മേഖലകളും നമുക്ക് പഠിക്കാനുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതുപോലെ ക്രിമിനോളജി എന്ന് പറയുന്ന വിഷയം തന്നെ പല മേഖലകളിലായിട്ട് വരുന്നുണ്ട്. ഒന്ന് ക്രിമിനൽ ബയോളജി, ഇൻവെസ്റ്റിഗേറ്റ് ഇൻടു വേരിയസ് കോസ് ഓഫ് ക്രിമിനാലിറ്റി. ഒരാൾക്കുള്ളിൽ ഉണ്ടാവുന്ന ക്രിമിനാലിറ്റി, കുറ്റകൃത്യം ചെയ്യുന്ന വാസന, കുറ്റകൃത്യ വാസന,
അതെങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ക്രിമിനോളജി, ക്രിമിനൽ ബയോളജി. അത് ബയോളജി ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ക്രിമിനൽ സോഷ്യോളജി, എൻക്വയറീസ് ഇൻടു എഫക്റ്റ് ഓഫ് സറൗണ്ടിങ് ആൻഡ് എൻവിറോൺമെന്റ് ഓഫ് ക്രിമിനൽസ്. എങ്ങനെയാണ് ഒരു ക്രിമിനലിന്റെ അയാളുടെ സാമൂഹിക സ്ഥിതിയും അയാളുടെ ചുറ്റുപാടുകളും ഒരാളെ ക്രൈമിലേക്ക് നയിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ക്രിമിനൽ സോഷ്യോളജി. മൂന്നാമത്തത് ക്രിമിനൽ സൈക്കോളജിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് സീക്സ് ടു കോറിലേറ്റ് ക്രിമിനാലിറ്റി ടു ഇമോഷണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. അല്ലേ? യഥാർത്ഥത്തിൽ ക്രിമിനൽ സൈക്കോളജിയാണിത്. ഇറ്റ് സീക്സ് ടു കോറിലേറ്റഡ് ക്രിമിനാലിറ്റി ടു ഇമോഷണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഒരു മനുഷ്യന്റെ വൈകാരിക തലം, വൈകാരിക പ്രകൃതി, ഒരാൾക്ക് വികാരങ്ങൾ ഉണ്ടാവും ഉള്ളില്, അയാളുടെ വൈകാരികത എങ്ങനെയാണ് അയാളെ ക്രൈമിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണ് ആ വൈകാരികത അയാളുടെ ക്രിമിനാലിറ്റി, അയാൾക്കുള്ള കുറ്റകൃത്യ വാസനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അല്ലെ? ചില ആൾക്ക് ചില വൈകാരികതകൾ ഉണ്ടാവും, ചിലർക്ക് ദേഷ്യം ഉണ്ടാവും, ചിലർക്ക് ചില റിവെഞ്ചിന്റെ മെന്റാലിറ്റി ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ അയാളെ കുറ്റകൃത്യത്തിൽ നയിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില ആൾക്ക് ഇതൊരു സുഖമായിരിക്കും, ഇതിൽ കിട്ടുന്ന ഒരു വല്ലാത്തൊരു പ്ലഷർ കിട്ടുന്നുണ്ടാവും. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യാം, തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ക്രിമിനൽ ആന്ത്രപ്പോളജി. ഇറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് the offenders in physical terms. There is relationship between physical feature of the offender and criminality. ഇനി ഒരാളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരാളുടെ ശാരീരിക അവസ്ഥ. നമുക്കെന്നെ മനസ്സിലാക്കാലോ. ഇപ്പൊ ഒരു തീരെ നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണും പോലെ ഒരാളെ ഗുണ്ടയായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ, ഇപ്പോഴത്തെ സിനിമയിലൊക്കെ അത് മാറി, പണ്ടത്തെ സിനിമയിലൊക്കെ ഒരാൾ ഗുണ്ടയായിട്ട് അവതരിപ്പിക്കണം, അയാൾക്ക് ഒരു നല്ല ശരീരവും നല്ല ഒത്തൊരു നെഞ്ചും നല്ലൊരു മസിലുകളൊക്കെ ഇങ്ങനെ പൊന്തി, ബൈസെപ്സ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രണ്ട് കയ്യും നല്ല വലിയ വലിയ തൊടയും പുറമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ നല്ലൊരു വില്ലൻ ആവുന്നുള്ളൂ. സോ അപ്പം അത്തരം ആളുകളാണ് വില്ലത്തരം ചെയ്യുക, അല്ലെങ്കിൽ വില്ലത്തരം ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു തരം ആന്ത്രപ്പോളജി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അത്തരം ആന്ത്രപ്പോളജി ഉണ്ട് എന്നുള്ളത് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്രിമിനൽ ആന്ത്രപ്പോളജി കൂടി ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ടും ക്രിമിനോളജിയെ ക്ലാസിഫൈ ചെയ്യുന്നത് അഞ്ചാമത് ക്രിമിനൽ സൈക്കോ ന്യൂറോ പാത്തോളജിയാണ്. ക്രിമിനൽ സൈക്കോ ന്യൂറോ പാത്തോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ക്രിമിനൽ സൈക്കോ ന്യൂറോ പാത്തോളജി. അഥവാ അതിൽ വരുന്നത് ദ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി. ഇതൊക്കെ ഒരാൾ എങ്ങനെയാണ് ഒരു തെറ്റിലേക്ക് നയിക്കുക. നമുക്കറിയാലോ, ചില ആളുകൾ ഡിപ്രഷൻ അടിച്ചിട്ട് പിന്നെ പാവങ്ങളെ കുറേ ആളെ കൊല്ലുക, അതൊക്കെ ഉള്ളതാണ്. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളതിനുള്ള ഒരു സൂചന പോലെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. ഏതായാലും ക്രിമിനോളജി ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് criminals, the study of crimes, the nature of crimes, the cause of crimes and the defection and prevention of crime. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം, കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ കുറവ് വരുത്തൽ, പ്രതിരോധം എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് ക്രിമിനോളജി. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും മികച്ച ഡെഫിനേഷനാണ് ഇപ്പൊ നിങ്ങൾ കണ്ട ഡെഫിനേഷൻ. കുറച്ചധികം പഠിക്കാനുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമാണ്. കുറ്റകൃത്യങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്, കുറ്റകൃത്യങ്ങളുടെ നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, കുറ്റകൃത്യങ്ങളുടെ കോസുകൾ, കാരണങ്ങൾ എന്താണ്, കുറ്റകൃത്യങ്ങളിൽ എങ്ങനെ നമുക്ക് കുറവ് വരുത്താം, ഡിഫെക്ഷൻ വരുത്താം, എങ്ങനെയാണ് അതിൽ മാറ്റം വരുത്താം, കുറ്റകൃത്യങ്ങൾ എങ്ങനെ കുറക്കാം, പ്രതിരോധം, എങ്ങനെ കുറ്റകൃത്യങ്ങൾ തടയാം, എങ്ങനെ പ്രതിരോധിക്കാം എന്നിവയെ കുറിച്ചുള്ള മറ്റുള്ള പഠനമാണ് ക്രിമിനോളജി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അതുകൂടി ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ക്രിമിനൽ ജസ്റ്റിസിനെ കുറിച്ചാണ്, ക്രിമിനൽ നീതിയെ കുറിച്ചാണ്. അതായത് നമ്മൾ ക്രിമിനോളജി പഠിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ക്രിമിനൽ ജസ്റ്റിസ്, എങ്ങനെയാണ് ക്രിമിനൽ ജസ്റ്റിസ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലൊരു പഠനം കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. മനസ്സിലായില്ല? അപ്പം ക്രിമിനൽ ജസ്റ്റിസ് എന്താണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് ക്രിമിനൽ ജസ്റ്റിസ് എന്നുള്ള ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ, ജനാധിപത്യം അഥവാ ഡെമോക്രസി, വികസനം, മനുഷ്യാവകാശങ്ങൾ എന്നിവ ക്രിമിനൽ നീതിയുടെ മേഖലയിൽ സർക്കാരുകൾ കൈവരിക്കുന്ന വിജയത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിലായിട്ടില്ല? ഒരു സമൂഹത്തിൽ എത്ര കണ്ട് ക്രിമിനൽ നീതി ഉണ്ടോ, അഥവാ ക്രിമിനൽ വിഷയങ്ങളിൽ ഒരു നാട്ടിൽ എത്ര കണ്ട് നീതി ലഭിക്കുന്നുണ്ടോ, തെറ്റ് ചെയ്യുന്നവരനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കുന്നുണ്ടോ, നിരപരാധികൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ, അതൊക്കെ കണക്കാക്കിയിട്ട്
നമ്മുടെ രാജ്യത്ത് അതിനെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ച നടക്കുന്നുണ്ടോ, ജനാധിപത്യം ഉണ്ടോ, വികസനം ഉണ്ടോ, മനുഷ്യാവകാശങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് ഇംഗ്ലീഷ് നോക്കിക്കോ, ദ റൂൾ ഓഫ് ലോ, ഡെമോക്രസി, ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡീപ്ലി ഡിപെൻഡന്റ് ഓൺ ദി ഡിഗ്രി ഓഫ് സക്സസ് ദാറ്റ് ഗവൺമെന്റ്സ് അച്ചീവ് ഇൻ ദി റെയിൽം ഓഫ് ക്രിമിനൽ ജസ്റ്റിസ്. അല്ലെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് ഇൻക്ലൂഡ് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രൈം. കുറ്റകൃത്യങ്ങൾ തടയലും പൊതുക്രമം നിലനിർത്തൽ, ഇരകളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെട്ടവരുടെ ശിക്ഷയും പുനരധിവാസവും എന്നിവയാണ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ. മനസ്സിലായിട്ടില്ല. കുറ്റകൃത്യങ്ങൾ തടയലും നിയന്ത്രണവും, പൊതുക്രമം നിലനിർത്തൽ, ഇരകളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെട്ടവരുടെ ശിക്ഷയും പുനരധിവാസവും എന്നിവയാണ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ. കൂടാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൽ കൂടി ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ഇംഗ്ലീഷ് നോക്കിക്കോളി. The maintenance of public order, the protection of the rights of victims as well as the punishment and rehabilitation of those adjudged guilty of committing crimes. It also includes within its ambit the protection of life and property from crime and criminality. അല്ലെ, അഥവാ ഇതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടും? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, അല്ലെ, ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ ക്രൈമും ക്രിമിനാലിറ്റിയുടെയും അതിനെ എങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, പ്രോപ്പർട്ടിയിൽ നിന്നും ലൈഫിനെയും നമ്മൾ രക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും. അല്ലെ, ഇതുകൂടി ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്രിമിനൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുക എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമാണ്. ഏതായാലും ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ കൺസിഡേർഡ് ആസ് എ ഫണ്ടമെന്റൽ ഒബ്ലിഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ് അണ്ടർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യം നിർമ്മിക്കുമ്പോൾ അതിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ നേതാക്കന്മാർ വളരെ ഫണ്ടമെന്റലായി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ക്രിമിനൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫണ്ടമെന്റലായി കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ദ പ്രിൻസിപ്പൽ ഫോർമൽ ഏജൻസീസ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് ആർ ദി പോലീസ്, ജുഡീഷ്യറി ആൻഡ് കറക്ഷൻസ്. അല്ലെ, ചെറിയൊരു സാധനം നമുക്ക് മിസ്സായിട്ടുണ്ട്, അത് അടിച്ചത് കയറ്റാൻ കുഴപ്പമില്ല. ഏതായാലും പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ പോലീസ്, നീതിന്യായ വിഭാഗം, ശിക്ഷാ നടപടികൾ എന്നിവയാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അഥവാ നമ്മുടെ രാജ്യത്തെ ക്രിമിനോളജി, ക്രിമിനൽ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. രാജ്യത്ത് നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റികളിൽ നിന്നും നമ്മുടെ ജീവനും സ്വത്തിനും ലൈഫിനും പ്രോപ്പർട്ടിക്കും പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ ജസ്റ്റിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഏത് ക്രിമിനൽ ആക്ടിവിറ്റിയെയും കൃത്യമായ രീതിയിൽ അതിനെ നേരിടാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അത് ഇനി ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾക്കും അതിന്റെ റിഡക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾ അഥവാ ഈ പറയപ്പെട്ട നമ്മൾ ഈ ക്രിമിനൽ ജസ്റ്റിസ് നടപ്പാക്കുന്നത് 3 വിഭാഗത്തിന്റെ പണിയാണ്. ദ പ്രിൻസിപ്പൽ ഫോർമൽ ഏജൻസീസ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് നടപ്പാക്കുന്നതിലെ ഫോർമൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ പോലീസ്, ജുഡീഷ്യറി ആൻഡ് കറക്ഷൻസ് എന്നിവയാണ്. അല്ലെ, പോലീസ് എന്താണ്? പോലീസിന്റെ പണി നമുക്ക് എന്താണെന്ന് അറിയാം. വൈൽ പോലീസ് ആൻഡ് പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ ആർ സ്റ്റേറ്റ് ഒബ്ജക്ട്സ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അല്ലെ, അപ്പൊ പോലീസാണ് ഇവിടുത്തെ കാര്യങ്ങളും നമ്മുടെ ജയിലും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് ഭരണകൂടത്തിന്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ദ ജുഡീഷ്യറി ഓപ്പറേറ്റ്സ് അണ്ടർ എ യൂണിഫൈഡ് സ്ട്രക്ചർ വിത്ത് ദ സുപ്രീം കോർട്ട് ആൻഡ് ദി ഫെഡറൽ ലെവൽ ആൻഡ് ഹൈ കോർട്ട്സ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. അല്ലെ, ഫെഡറൽ ലെവലിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ സുപ്രീം കോടതിയും അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോടതിയും നിയന്ത്രിക്കുന്ന ഒരു കോടതി സംവിധാനവും നമ്മുടെ രാജ്യത്തിന്റെ ക്രിമിനൽ ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ although police and prisons are state responsibilities, the organization, administration and functioning of all criminal justice agencies adhere to federal laws such as the Indian Penal Code, the Criminal Procedure Code, the Indian Evidence Act, the Police Act, the Prison Act. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ആക്ടുകൾക്ക് പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ 2 കൂട്ടരുടെ പണി. മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് എന്ത്? അതിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് കറക്ഷൻ ആണ്, അഥവാ ശിക്ഷാ നടപടികൾ എന്നുള്ളതാണ് കറക്റ്റിന്റെ മലയാളം. അവ നമ്മുടെ രാജ്യത്തെ 3 വിഭാഗം ആളുകളാണ് ക്രിമിനൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നത്. 1 പോലീസാണ്, 2 കോടതിയാണ്, 3 ശിക്ഷാ നടപടികൾ നൽകുന്ന സിസ്റ്റമാണ്, കറക്ഷൻ സിസ്റ്റമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ
ഇന്ത്യയിലെ ക്രിമിനൽ നീതി വിഭാഗത്തെ പ്രധാനമായും 4ആയി തരംതിരിക്കാം. ഇനി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ നീതി വിഭാഗത്തെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഇതൊന്നും മിക്സ് ആവാൻ പാടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ 3 എന്നുള്ളത് എന്താന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന 3 വിഭാഗം അവരുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ ജസ്റ്റിസ് പൂർത്തിയാവുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അതവിടെ വെക്കുക, അതവിടെ പൂട്ടി വെക്കുക. പുതിയ വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കോളി. ടെക്സ്റ്റിന്റെ അവസാനം ഈ പറയപ്പെട്ട പേജിന്റെ അവസാന ഭാഗം ക്രിമിനൽ ജസ്റ്റിസ് ഇൻ ഇന്ത്യ can be broadly classified into 4 subsystems, each contributing to the overarching goals of justice, order and social well-being. വളരെ സിമ്പിൾ ആയിട്ട് ഇത് വായിച്ചു തരുന്നതിന്റെ കാരണം എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ തന്നെ ഞാൻ വായിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പരമാവധി ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് 4 കാര്യങ്ങൾ, 4 തരം നീതിന്യായ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. 4 തരം നീതിന്യായ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. 4 തരം നീതിന്യായ വിഭാഗം. ഈ പറയപ്പെട്ട ടീമൊക്കെ ഉണ്ട്. 3 ടീം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പണികൾ 4 വിധത്തിലാണ് ഉള്ളത്. അങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പറ്റുക അല്ലെ. നീതിന്യായ വിഭാഗത്തെ പ്രധാനമായും 4ആയി തരംതിരിക്കാം. ഒന്ന്, ദ ലെജിസ്ലേറ്റീവ് സബ്സിസ്റ്റം. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ദ ലെജിസ്ലേറ്റീവ് സബ്സിസ്റ്റം. അവരുടെ പണി എന്നുള്ളത് മേക്സ് ദ ലോ ഓഫ് ദി ലാൻഡ്. നാടിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അടുത്തത് ദ ഇൻവെസ്റ്റിഗേറ്റീവ് സബ്സിസ്റ്റം. ഇൻവെസ്റ്റിഗേറ്റ്സ് അല്ലെ. ഒന്നാമത്തെ നമുക്ക് തിരിഞ്ഞു ലെജിസ്ലേറ്റീവ് സബ്സിസ്റ്റം. അവർക്ക് എന്താണ് ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ തെറ്റ് ചെയ്ത ഒരാളെ അയാളെ ശിക്ഷിച്ചിട്ട് അയാൾക്ക് പൂർണ്ണമായി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന വിധം രാജ്യത്തിന്റെ നിയമങ്ങൾ നടപ്പിലാവും വിധം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 4 സ്റ്റെപ്പുകളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമതായിട്ട് മേക്സ് ദ ലോ ഫോർ ദി ലാൻഡ് അല്ലെ, ഓഫ് ദി ലാൻഡ്. നാടിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. അത് ലെജിസ്ലേറ്റീവ് സബ്സിസ്റ്റത്തിന്റെ പണിയാണ്. അത് ഒന്നാമത്തെ പണിയാണ്. രണ്ടാമത്തത് ഇൻവെസ്റ്റിഗേറ്റ് സബ്സിസ്റ്റം. ഇൻവെസ്റ്റിഗേറ്റ്സ് ഇൻടു ഒഫൻസസ് ആൻഡ് ബ്രിങ്സ് ദ അക്യൂസ്ഡ് പേഴ്സൺ ടു ദ കോർട്ട് ഓഫ് ദി ലോ ഫോർ ഫൈനൽ വെർഡിക്റ്റ് അല്ലെ. അതായത് തെറ്റ് ചെയ്ത ആളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അയാളെ കണ്ടുപിടിക്കുക. ഇത് രണ്ടാമത്തെ പണി. അതിനു വേണ്ടിയുള്ള ടീമിന്റെ പേരാണ് ഇൻവെസ്റ്റിഗേറ്റ് സബ്സിസ്റ്റം. മൂന്നാമത്തത് നമ്മൾ പറയുന്നത് പോലെ എന്താണ് അവരുടെ പണി എന്നുള്ളത് കൃത്യമായി എൻക്വയറീസ് into the accusation and examines the witness and pronounce the judgment. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജഡ്ജ്മെന്റിനെ കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ അഡ്ജുഡിക്കേറ്ററി സബ്സിസ്റ്റം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ നമ്മൾ വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ജഡ്ജ്മെന്റ് നടത്തുക, അതിന് ആവശ്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുക, അക്യൂസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ആളുകളുടെ എൻക്വയറികൾ എടുക്കുക, കോടതിയിൽ നടക്കുന്ന പരിപാടി. ആദ്യം പറഞ്ഞത് നിയമം ഉണ്ടാക്കുന്ന നിയമസഭയിലെ പരിപാടി പോലെ നമുക്ക് കാണാം, നിയമനിർമ്മാതാക്കളുടെ പരിപാടി. രണ്ടാമത് പോലീസിന്റെ പണി ഇൻവെസ്റ്റിഗേഷൻ. മൂന്നാമത് ജഡ്ജിയുടെ പണിയാണ്, അത് മൂന്നാമത്തെ സബ്സിസ്റ്റം. നാലാമത്തത് ദ കറക്ഷണൽ സബ്സിസ്റ്റം. ലോഡ്ജസ് ദ പേഴ്സൺസ് റിമാൻഡഡ് അല്ലെ അണ്ടർ ട്രയൽ ആൻഡ് ദി പേഴ്സൺ ഹു ആർ സെന്റൻസ് ടു ഇംപ്രിസ്മെന്റ് ഫോർ എ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് അല്ലെ. അഥവാ കറക്ഷണൽ സബ്സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തിരുത്തൽ സബ്സിസ്റ്റം ആണ്. അവരുടെ പണി എന്നുള്ളത് തെറ്റ് ചെയ്ത ആളെ കൊണ്ടുപോവുക, അയാളെ റിമാൻഡ് ചെയ്യുക, അതിന് അയാൾക്കുള്ള അയാൾ ചെയ്ത തെറ്റിൽ നിന്ന് അപ്പൊ അത്തരം എല്ലാ തരത്തിലുള്ള കറക്ഷണൽ സബ്സിസ്റ്റവും നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ക്രിമിനൽ ജസ്റ്റിസ് നിലനിർത്തുന്നത് 4 സബ്സിസ്റ്റങ്ങളാണ്. ഒന്നാമത്തെ സബ്സിസ്റ്റം സൂചിപ്പിച്ചതുപോലെ ദ ലെജിസ്ലേറ്റീവ് സബ്സിസ്റ്റം, രണ്ടാമത്തത് ഇൻവെസ്റ്റിഗേറ്റ് സബ്സിസ്റ്റം, മൂന്നാമത്തത് അഡ്ജുഡിക്കേറ്ററി സബ്സിസ്റ്റം, നാലാമത്തത് കറക്ഷണൽ സബ്സിസ്റ്റം. ഈ ഒരു 4 സബ്സിസ്റ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഐഡിയ വേണം. ഓക്കെ, ഇനി നമ്മൾ ഈ പാഠത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ സിൻ, ക്രൈം, വൈസ്, റോങ് അല്ലെ. പാപം, കുറ്റകൃത്യം, ദുഷ്പ്രവർത്തികൾ, തെറ്റുകൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്നുള്ളതാണ്. ഇതൊക്കെ ഏകദേശം ഞാൻ ഓൾമോസ്റ്റ് വളരെ ഫിറ്റ് ആയിട്ടുള്ള മലയാള അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒരു ഭാഷയ്ക്ക് മറ്റൊരു ഭാഷയിൽ പൂർണ്ണാർത്ഥം ഉണ്ടാവില്ല എല്ലാത്തിനും എന്നുള്ളതാണ് സത്യം. ഏതായാലും ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ സിൻ, ക്രൈം, വൈസ് ആൻഡ് റോങ്. പാപം, കുറ്റകൃത്യം, ദുഷ്പ്രവർത്തികൾ, തെറ്റുകൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നോക്കുമ്പോൾ 4 അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഡെഫിനേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ അർത്ഥം എന്നുള്ളത് വളരെ സെയിം ആയിരിക്കും അല്ലെ. പിന്നെ സിന്ന്, ക്രൈം, വൈസ്, റോങ് അല്ലെ. പക്ഷെ
നാലിൻ്റെതായിട്ടുള്ള അർത്ഥവ്യതിയാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തത് സിന്നിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം. സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാപം എന്നൊക്കെ നമുക്ക് പറയാം. പാപം എന്ന് പറയുന്നത് മതമോ ധർമ്മമോ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങളുടെ ലംഘനമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മതം പറയുന്ന ഒരു കാര്യം അയാൾ അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അതിൽ നിന്ന് പിന്തിരിഞ്ഞു, അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെതിരെ ചെയ്തു, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്താ പറയാ, പാപം എന്നാ പറയാ. ദൈവത്തോട് പാപം ചെയ്തെന്നൊക്കെ നമ്മൾ പറയാം. ഇത് ആത്മീയമായോ ദൈവികമായോ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. നിയമമായോ ദൈവികമായോ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നാൽ എല്ലാ പാപങ്ങളും കുറ്റമല്ല. മതത്തിൽ പാപമാണ് എന്നുള്ള കാര്യം രാജ്യത്തിന്റെ നിയമത്തിൽ കുറ്റമായിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മാതാപിതാക്കളോട് കള്ളം പറയുന്നത് പല നിയമങ്ങളിലും പാപമാണെങ്കിലും നിയമപരമായിട്ടൊന്നും ശിക്ഷയില്ല. നമ്മുടെ രാജ്യത്ത് നിയമത്തിൽ പിന്നെ മാതാപിതാക്കളോട് കള്ളം പറഞ്ഞാൽ തെറ്റുണ്ടോ, ശിക്ഷയുണ്ടോ? ഇല്ല. ക്രിമിനോളജിയിൽ പാപം നിയമലംഘനമായി പരിഗണിക്കുമ്പോഴേ പഠന വിഷയമാകുന്നുള്ളൂ. ക്രിമിനോളജിയിൽ പാപം നിയമലംഘനമായി പരിഗണിക്കുമ്പോഴേ പഠന വിഷയമാകൂ. ക്രിമിനോളജിയിൽ നിലവിൽ സിൻ എന്ന് പറയുന്ന കാറ്റഗറി എന്തല്ല, അത് നിലവിൽ ഒരു തെറ്റല്ല. സിൻ ഒരു തെറ്റല്ല നമ്മുടെ ക്രിമിനോളജിയിൽ, അതൊരു പാർട്ടല്ല. നമുക്ക് നോക്കാം. എ പേഴ്സൺ ടെൽസ് എ ലൈ ടു ദെയർ പാരന്റ്സ് ബ്രേക്കിംഗ് എ മോറൽ റൂൾ ടോട്ട് ബൈ ദ റിലീജിയൻ. അല്ലെ, റിലീജിയൻ പഠിപ്പിച്ച കാര്യം അവർ തെറ്റിച്ചു. വൈൽ ദിസ് ആക്ട് ഈസ് കൺസിഡേർഡ് സിൻ ഇൻ മെനി ഫെയ്ത്ത്. ഒരുപാട് വിശ്വാസങ്ങൾ എന്താണ്, തെറ്റാണ്. ഇറ്റ്സ് നോട്ട് എ ക്രൈം അണ്ടർ ദി ലോ. പക്ഷെ ഇതൊരു ക്രൈം അല്ല, അതൊരു കുറ്റമല്ല. അത് ലോ നിയമത്തിന്റെ കീഴിൽ ഒരു കുറ്റമല്ല. മതത്തിൽ കുറ്റമായിരിക്കും, കുടുംബത്തിൽ കുറ്റമായിരിക്കും. ഹൗവർ ഇഫ് ദ സെയിം പേഴ്സൺ ലൈസ് അണ്ടർ ദ ഓത്ത് ഇൻ എ കോർട്ട്, ഇനി ഒരാളത് പോയിട്ട് അതേ കള്ളം ഇവിടെ പറഞ്ഞു, കോർട്ടിൽ പോയി പറഞ്ഞു, ഇറ്റ് ബിക്കംസ് എ ലീഗൽ ഒഫൻസ് കോൾഡ് പെർജുറി, അഥവാ കള്ളസത്യം എന്ന് പറയില്ല നമ്മൾ, കള്ളസാക്ഷ്യം. കള്ളസാക്ഷ്യം പറഞ്ഞ പോലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിമിനോളജി ഒരിക്കലും എന്താക്കില്ല, പിന്നെ മതം പറയുന്നതോ വിശ്വാസങ്ങൾ പറയുന്നതോ ആയിട്ടുള്ള പാപങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഒരിക്കലും ശിക്ഷ കൊടുക്കില്ല എന്നുള്ളതാണ്. ക്രിമിനോളജി ഫോക്കസ് ഓൺ ആക്ഷൻസ് ദാറ്റ് ബ്രേക്ക് ലീഗൽ റൂൾസ്. നിയമപരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തവർ, പിഴവ് ചെയ്തവരെ മാത്രമേ ക്രിമിനോളജി പരിഗണിക്കുന്നുള്ളൂ. നോട്ട് നെസസറിലി മോറൽ ഓർ റിലീജിയസ് വൺസ്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ടുള്ള മതപരമായ കാര്യങ്ങൾ ആരും ശിക്ഷിക്കൂല. സിൻ ഈസ് എ മോറൽ ഓർ റിലീജിയസ് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ സിൻ എന്നുള്ളത് എന്താണ്, ഒരു ധാർമ്മികമായ മതപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. റെഫറിങ് ടു ആക്ഷൻസ് ദാറ്റ് വയലേറ്റ് ഡിവൈൻ ഓർ സ്പിരിച്വൽ ലോസ്. അതുകൊണ്ട് തന്നെ അത് തെറ്റിക്കുന്ന എന്താണ്, വയലേറ്റ് ചെയ്യുന്നത് ആകെയുള്ളത് ഡിവൈൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ലോ ആണ്. അതൊരിക്കലും തെറ്റ് കുറവാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് മതത്തിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് ക്രിമിനോളജിയാണ്. ക്രിമിനോളജിയിൽ ഒരിക്കലും എന്തല്ല, സിൻ എന്നുള്ളത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ അതേ സിന്ന് നിയമം പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഉദാഹരണം കോടതി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ തെറ്റായിട്ട് വന്നു, അല്ലെങ്കിൽ പോലീസ് ചോദിക്കുന്നിടത്ത് ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ ഒരു കാര്യം സത്യമായി പറയേണ്ടത് പോലീസ് ചോദിക്കുന്നിടത്ത് അയാൾ തെറ്റായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിൽ ഒരാൾ തെറ്റായിട്ട് ഒരു തെറ്റിദ്ധാരണ മൂലം വലിയൊരു പ്രശ്നം ഉണ്ടായി, അവിടെയൊക്കെ അയാളുടെ കളവ് കൊണ്ട് എന്തായിരിക്കാം, അതൊരു കുറ്റകരമാണ്. ഇങ്ങനൊരു ചങ്ങാതിമാർക്കിടയിൽ രണ്ടുപേര് കളവ് പറഞ്ഞു എന്നുള്ളത് എന്താവില്ല, അതൊന്നും ഒരു കോടതി കയറി ശിക്ഷിക്കേണ്ട കേസല്ല. മനസ്സിലായില്ലേ? ഏതായാലും sin is rooted in theology and morality defined by religious doctrine rather than legal framework. അല്ലെ, അത് മതത്തിൽ വരുന്ന കാര്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫില് crime is an act or omission that violates a law established by a governing authority and it's punishable by the legal system. മുമ്പ് പറഞ്ഞ ഡെഫിനിഷൻ ഈ ഏരിയയിൽ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് or omission that violates a law established by governing authority and it's punishable by the legal system. അഥവാ നമ്മുടെ ഭരണകൂടം പറഞ്ഞിട്ടുള്ള, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുമ്പോഴോ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോഴോ ആണ് എന്താണത്, അതൊരു ക്രൈം ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ സിന്ന് പലപ്പോഴും എന്തല്ല, ഒരു ക്രൈം അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ ക്രിമിനോളജി ക്രൈം ഈസ് സെൻട്രൽ ടു ക്രിമിനോളജി. ക്രൈം ഈസ് സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ്, കോൺസിക്വൻസ്, പ്രിവെൻഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സിൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്രൈമിനെ കുറിച്ചാണ്. അല്ലേ, ക്രൈമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്രൈം നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റിൽ നമ്മൾ വായിച്ചു. കുറ്റം എന്നൊരു നിയമലംഘനമാണ്, അതായത് സർക്കാർ രൂപപ്പെടുത്തുന്ന നിയമങ്ങളുടെ കണ്ണിൽ ശിക്ഷായോഗ്യമായ പ്രവൃത്തിയാണിത്. ഉദാഹരണത്തിന് കോടതിയിൽ കള്ളം പറയുന്നത് ഒരു കുറ്റമാണ്. ക്രിമിനോളജിയിലെ മുഖ്യ വിഷയമാണ്. അതാണ് മുമ്പ് പറഞ്ഞ വിഷയമാണ്. ഏതായാലും നമുക്കിങ്ങനെ പോവാം. ഏതായാലും ആ ക്രൈമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു, അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് മനസ്സിലായി. ഒന്ന് സിന്ന് മനസ്സിലായി, രണ്ട് ക്രൈം മനസ്സിലായി. മൂന്നാമത്തെ വൈസ്, ദുശ്ചെയ്തികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തിനെ കുറിച്ചാണ്? ദുശ്ചെയ്തികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. തിന്മ, ദുശ്ചെയ്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, തിന്മ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറയുന്നുണ്ടല്ലോ, അതാണ് വൈസ്. വൈസ്, അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത്. വൈസ് എന്ന് പറഞ്ഞാൽ, വൈസിന്റെ ഡെഫിനേഷൻ ഞാൻ മലയാളത്തിൽ കൊടുത്തു നോക്കി. വൈസ് അഥവാ ദുശ്ചെയ്തികൾ അല്ലെങ്കിൽ അശുദ്ധമായ പ്രവർത്തികൾ സാമൂഹികപരമായി അപലപിക്കപ്പെടുന്നതാണ്.
സമൂഹത്തിൽ തെറ്റാണ്, സോഷ്യലിൽ തെറ്റാണ്. ഉദാഹരണത്തിന് മദ്യപാനം, ചൂതാട്ടം തുടങ്ങിയവ. ചില വയസ്സുകൾ കുറ്റമായി നിയമമാക്കിയിട്ടുമുണ്ടാകും. മയക്കുമരുന്ന് ഉപയോഗം പോലത്തെ കാര്യങ്ങൾ. മറ്റു ചിലത് നിയന്ത്രിതമായി അംഗീകരിക്കപ്പെടുന്നതുമാണ്. ആ ഗവൺമെന്റിന് അത് പ്രശ്നമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അതെന്തല്ല, ഒരു തെറ്റല്ല. അത് വയസ്സ് എന്നുള്ളത് മനസ്സിലായില്ല. അതൊരു ക്രൈം ആയിട്ട് എപ്പോഴും വേണമെന്നില്ല. വയസ്സ് എന്നുള്ളത് എന്താണെന്നാണ് പറഞ്ഞത്. സമൂഹത്തിൽ തെറ്റായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരാളിങ്ങനെ വല്ലാതെ മദ്യപാനം നടത്തുക, ഒരാൾ ചൂതാട്ടം നടത്തുക, ഒരാള് പിന്നെ ഇപ്പൊ നിലവിൽ നമ്മുടെ രാജ്യത്ത് വ്യഭിചാരം നടത്തുമ്പോൾ ഒരു തെറ്റില്ല. എങ്കിലും ഒരാൾ വ്യഭിചാരം നടത്തുക, അതൊന്നും എന്തല്ല, രാജ്യത്തിന്റെ നേരത്തെ ഒരു ക്രൈം അല്ല. പക്ഷെ അതൊരു വയസ്സ് പ്രശ്നമാണ്. വയസ്സാണത്. ഒരു ദുഷ്ചെയ്തിയാണ്, ഒരു ദുഷ്പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ പലപ്പോഴും വയസ്സിൽ വരുന്ന പല കേസുകളും ക്രൈം ആയിരിക്കില്ല. ചില കേസുകളൊക്കെ ക്രൈം ആയിരിക്കും. കാരണം മയക്കുമരുന്ന് ഉപയോഗം നാട്ടിൽ സോഷ്യലി ഒരു തെറ്റാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തും തെറ്റാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റും. വൈസിന്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനതെല്ലാം ഇവിടെ പറയുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വൈസ് റെഫേഴ്സ് ടു ഇമ്മോറൽ ഓർ അൺഎത്തിക്കൽ ബിഹേവിയർ ഓഫൺ ഇൻവോൾവിംഗ് ഇന്റലിജൻസ് ഇൻ personal pleasure such as gambling, substance abuse or prostitution. While considered deviant, vices are not always criminal. അല്ലെ, പലപ്പോഴും നടത്തുന്ന വൈസുകൾ എപ്പോഴും എന്തായിരിക്കണമെന്നില്ല, ക്രിമിനൽ കുറ്റങ്ങളായിരിക്കണം എന്നില്ല. Some vices are criminalized. For example, ഡ്രഗ് യൂസ് പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ക്രിമിനലൈസ്ഡും ആയിരിക്കാം. ഏതായാലും ഇത്തരം കാര്യങ്ങളാണ്. ഏതായാലും സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, വൈസ് എന്ന് പറയുക. ഇനി അവസാനത്തെ അതിൽ പറയുന്ന അവസാനത്തെ പോയിന്റ് എന്നുള്ളത് തെറ്റാണ്, റോങ്ങിനെ കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. തെറ്റ് എന്നത് ധാർമ്മികമായോ സാമൂഹികമായോ നിയമപരമായ അങ്ങേയറ്റം അംഗീകരിക്കപ്പെടാത്ത പ്രവൃത്തിയാണ്. തെറ്റ് എന്നത് ധാർമ്മികമായോ സാമൂഹികമായോ നിയമപരമായോ അങ്ങേയറ്റം അംഗീകരിക്കപ്പെടാത്ത പ്രവൃത്തിയാണ്. മനസ്സിലായോ? തെറ്റ് എന്നത് ധാർമ്മികമായ സാമൂഹികമായ നിയമപരമായ അങ്ങേയറ്റം അംഗീകരിക്കപ്പെടാത്ത പ്രവൃത്തിയാണ്. ഇത് കുറ്റകരമായിരുന്നാലും തെറ്റായതായി, കുറ്റമല്ലായിരുന്നാലും തെറ്റായിട്ട് കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നുണ്ട്, ഒരാളുടെ ഹോംവർക്ക് എടുത്തു, അതൊരു കുറ്റമല്ല. ഒരാളുടെ ഹോംവർക്ക് എടുത്തു, ഒരാൾ ഹോംവർക്ക് കോപ്പി അടിച്ചിട്ടാണ് പിറ്റേന്ന് സ്കൂളിലേക്ക് വന്നത്. ഒരാളുടെ പരീക്ഷ കോപ്പി അടിച്ചു, അതൊരു കുറ്റമല്ല. രാജ്യത്ത് എന്തല്ല, ഒരു ഒഫൻസ് അല്ല, എന്ത് ചെയ്യാനുള്ള, രാജ്യത്ത് അയാൾ ജയിലിടാനുള്ള കേസല്ല. പക്ഷെ അത് തെറ്റാണ്. നീതിപരമായി ജസ്റ്റിസിന്റെ ഭാഗത്ത് അതൊരു തെറ്റാണ്. ദിസ് ആക്ട് ഈസ് dishonest and considered morally and socially wrong, but it's not a crime under the law. ലോയിൽ വരുമ്പോൾ അതൊരു ക്രൈം അല്ല. However, if the same student later forges official documents, ഇനി പിന്നീട് ഒരാൾ എന്താക്കി, ഇതേ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഒരാള് പിന്നെ എന്ത് ചെയ്തു, ഉദാഹരണത്തിന് ഒരു സർട്ടിഫിക്കറ്റ്, ഇയാൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അത് നമ്മുടെ നാട്ടിലൊരു എന്താണ്, ഒരു തെറ്റാണ്. അത് ഓൾറെഡി ലോന്റെ കണ്ണിലും തെറ്റായത് കൊണ്ടൊരു തെറ്റാണ്. അപ്പൊ നമ്മൾ എന്താ ഞാൻ പറയും, 4 കാര്യം ഇവിടെ പഠിപ്പിച്ചത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 4 കാര്യവും ഇവിടെ പഠിപ്പിച്ചത് സിന്നും വൈസും റോങ്ങും, ഇത് ക്രൈം കൂടാതെയുള്ള 3 വാക്കാണ്. ഇതിൽ വരുന്ന എല്ലാ കേസുകളും എന്തായിരിക്കണം എന്നില്ല, നമ്മുടെ ക്രിമിനോളജിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കണമെന്നില്ല എന്നാണ് ഇവിടെ മൊത്തത്തിൽ ആകത്തുകയായിട്ട് പറഞ്ഞത്. അതാണ് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ സാറുടെ 4 കാര്യങ്ങൾ പഠിപ്പിച്ചതെന്ന് ചിന്തിക്കേണ്ട. ഈ 4 കാര്യങ്ങളും പഠിപ്പിച്ചത് ക്രൈം അല്ലാത്ത ബാക്കി 3 കാര്യങ്ങളിലും വരുന്ന എല്ലാം ക്രൈമിന്റെ പാർട്ടിൽ വരില്ല, ചിലത് വരും. ഉദാഹരണം, കള്ളം പറയാന്നുള്ള ഒരു തെറ്റല്ല, കോടതിയിൽ പോയി കള്ളം പറയാന്നുള്ളത് തെറ്റാണ്. കോപ്പി അടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രശ്നമല്ല, പക്ഷെ അതേ ആള് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തെറ്റാണ്. അല്ലെങ്കിൽ ഒരാൾ എന്തല്ല, സമൂഹത്തിൽ തെറ്റായി കാണുന്ന എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ തെറ്റല്ല, പക്ഷെ സമൂഹത്തിൽ തെറ്റായി കാണുന്ന മയക്കുമരുന്ന് ഉപയോഗം ഒരാൾ നടത്തിയാൽ അത് കോടതിയുടെയും നിയമത്തിന്റെയും കണ്ണിൽ തെറ്റാണ്. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ബാക്കി നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. ഏതായാലും അങ്ങനെ ആശംസിക്കാം. ഓക്കെ, താങ്ക് യു.